every day, late at night, not okay. All I want, and I pray, all I need are some better days. Fuck me, I'm looking in the mirror, so foggy, but I've never seen clearer. I don't really think anyone can save me, and honestly I'm not really sure I want saving. I like to be my own worst enemy. Go walk, see, here, I should celebrate. Think I could change my mind, maybe elevate. Living life, every day, late at night. ഹലോ ഗൈസ്, എല്ലാവർക്കും റഡാർ പെറ്റ്സിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന, അതായത് എൻ്റെ അമ്മ വളർത്തുന്ന നാടൻ കോഴികളുടെ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരു വീട്ടിൽ ഒരു വീട്ടമ്മയ്ക്ക് അല്ലെങ്കിൽ നാടൻ കോഴി ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എങ്ങനെ നാടൻ കോഴിയെ വളർത്താം, എങ്ങനെ വരുമാനം ഉണ്ടാക്കാം, എങ്ങനെ ഒരു വീട്ടമ്മയ്ക്ക് പോക്കറ്റ് മണി ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ രാജ്യം മൊത്തം ലോക്ക്ഡൗണും കാര്യങ്ങളായിട്ട് എല്ലാവരും വീട്ടിൽ സ്റ്റേ ആണ്. അപ്പം നിങ്ങളെല്ലാവരും ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പരമാവധി ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. നാടൻ കോഴി ഇഷ്ടപ്പെടുന്നവരും അല്ലെങ്കിൽ കോഴി വർഗ്ഗത്തിൽ ഇഷ്ടപ്പെടുന്നവരാരാണെങ്കിലും ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ വീട്ടിലെ കോഴിക്കൂടും കാര്യങ്ങളൊക്കെ ദേ ഈ കാണുന്നതാണ്. അപ്പം നമ്മുടെ പഴയ കോഴിക്കൂട് എന്ന് പറയുന്നതാണ് ഈ ഓടുവരയിൽ വെച്ചേക്കണ ഈ കോഴിക്കൂട് എന്ന് പറയുന്നത്. നിങ്ങളുടെ വീടുകളിലൊക്കെ ഓടുവരയിൽ തന്നെ ആയിരിക്കും കോഴിക്കൂട് എന്ന് അതായത് മരത്തുകൊണ്ട് പണിത് ഓട് ഇട്ടിട്ടുള്ള കോഴിക്കൂടായിരിക്കും ഭൂരിഭാഗം വേറെ വീട്ടിലും കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളും ഇവിടെ വളർത്തി തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ ഇത് പഴയ കേജാണ്. പിന്നെയെന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു തട്ടിക്കൂട്ട് കേജ്, ഇത് പണ്ടൊരു മൊയിലും കൂടെ ആയിരുന്നു, ഇപ്പോൾ അത് കോഴിക്കൂടാണ്. എന്നാലും ഏകദേശം അതിൻ്റെ പണിയൊക്കെ തീരാറായി. ഈ രണ്ട് കോഴിക്കൂടും പോരാ, അതായത് ഇതൊരു സേഫ് അല്ല എന്ന് നമുക്ക് തോന്നിയപ്പോൾ നമ്മുടെ അപ്പച്ചൻ പണിതതാണ് ഈ കോഴിക്കൂട്. അതായത് ഇപ്പോൾ ഏകദേശം പണിതിട്ട് ഒരു മാസത്തോളമായിട്ടുണ്ടാവുള്ള ഈ ഒരു കോഴിക്കൂട് പണിതിട്ട്. അത്യാവശ്യം നല്ലൊരു കോസ്റ്റ് വന്നിട്ടുണ്ടായിരിക്കണം, എന്നാലും ഒരു 6,000 രൂപയോളം വന്നിട്ടുണ്ടായിരിക്കണം ഈ ഷീറ്റ് അടക്കം. 6,000-7,000 വന്നിട്ടുണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ ഗ്രില്ല് ഡോർ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആണ് നമ്മുടെ എല്ലാ കോഴികളും ഇപ്പോൾ കിടക്കുന്നത്. കോഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടൻ കോഴിയും പിന്നെ 2-3 ടൈപ്പ് ഫാൻസി കോഴികളാണ് നമ്മുടെ വീട്ടിലിപ്പോൾ ഉള്ളത്. അപ്പോൾ അതിനെ വളർത്തുന്നത് നമ്മുടെ അമ്മയും അപ്പച്ചനും കൂടിയിട്ടാണ്. അവരൊരു 20ഓളം വർഷമായിട്ട് 15 വർഷമായിട്ടുണ്ടാവും കോഴിനെ വളർത്താൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം കളയാണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ വീഡിയോയ്ക്ക് കിടക്കുന്നതിന് മുമ്പ് പറയുകയാണ്, നമ്മുടെ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, പിന്നെ നാടൻ കോഴിനെ കുറിച്ച് എനിക്ക് വലിയ ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് അറിയില്ല. അതുകൊണ്ട് എൻ്റെ അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ടായിരിക്കും കൂടുതൽ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നമുക്ക് വേഗം കോഴിക്കോണ്ടുള്ളിലേക്ക് കിടക്കാം. അപ്പോൾ കോഴിക്കൂടിൽ ഇന്ന് കോഴീനെ അഴിച്ചിട്ടിട്ടില്ല, വേറെ ഒന്നുകൊണ്ടല്ല, നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി കോഴികൾ അഴിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ കൂടി തുറന്ന് പോരും. അപ്പോൾ നമ്മൾ കോഴിക്കൂടിൻ്റെ അകത്തേക്ക് കിടക്കുകയാണ്. അമ്മ കിടന്നോട്ടാ. അപ്പോൾ ഇതാണ് നമ്മുടെ കോഴി സംരംഭം എന്ന് പറയുന്നത്. അതെന്തിട്ട് ഇട്ട് കൊടുത്ത ഗോതമ്പും അരി ഉണ്ടല്ലേ? അരിയില്ല, പ്യൂർ ഗോതമ്പല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഗോതമ്പാണ് നമ്മൾ ഇട്ട് കൊടുത്തത്, അമ്മ ഇട്ട് കൊടുത്തത്. അതെ, ഗോതമ്പാണ്. അപ്പോൾ ഇതിൽ അമ്മ നമ്മുടെ പ്രേക്ഷകർക്ക്, അതായത് നമ്മളിതൊരു ഡീറ്റെയിൽഡ് വീഡിയോ അല്ല, നമ്മുടെ പ്രേക്ഷകർക്ക് അറിയണം അമ്മ ഇവിടെ എങ്ങനെയാണ് കോഴിനെ വളർത്തുന്നതെന്നുള്ള കാര്യം. എത്ര ടൈപ്പ് കോഴിയുണ്ട് നമ്മളിവിടെ? കോഴികൾ സാധാരണ നാടൻ കോഴികളാണ് ഇതിൽ ഭൂരിഭാഗവും. 2 കോഴി മാത്രമാണ് ഗിരിരാജുള്ള. ഇപ്പൊ നമ്മളുടെ ഏകദേശം ഇപ്പൊ നമ്മുടെ ഈ ഒരു കേജിൽ ഇത് പുറമെ കോഴികൾ എടുക്കണില്ല. ഇല്ല. ഇപ്പൊ ഇതിൽ എത്ര കോഴി ഉണ്ടാവും മൊത്തം? ഇപ്പൊ ഒരു 10-20-25 കോഴികളും ഉണ്ടാവും. വലുത് തന്നെ ഒരു 10-13 കുഞ്ഞുങ്ങൾ ഒരു 10 ഉണ്ടാവും. ഇതിൽ എത്ര ചാത്തൻ, എത്ര പെട? 2 ചാത്തൻ. അതായത് ഈ കാണുന്ന പുള്ളിച്ചാത്തനും കഴുത്തിൽ പപ്പില്ലാത്തൊരു കറുപ്പ ചാത്തനും. അതായത് ഈ കാണുന്ന ചാത്തനല്ലേ? കഴുത്തി പപ്പില്ലാന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ എങ്ങനെയായിരിക്കും, പക്ഷെ വേറെ വേറെ ജില്ലകളിൽ ഇതിന് വേറെ പേരുകളായിരിക്കും പറയാം. അപ്പൊ നമ്മുടെ ഇവിടെ കഴുത്തിൽ പപ്പില്ലാത്ത ചാത്തെന്ന് പറയാം. ഓക്കെ, അപ്പൊ അമ്മ എത്ര വർഷമായി ഈ കോഴിനെ വളർത്താൻ തുടങ്ങിയിട്ട്? ഞാനിപ്പോ ഒരു 10-15 കൊല്ലം മേലെയായിട്ടുണ്ട് ഈ കോഴിനെ വളർത്തി തുടങ്ങിയിട്ട്. ഇപ്പൊ എത്ര കോഴി നമ്മ വളർത്തിയിട്ടുണ്ട് ഏകദേശം? ഇഷ്ടംപോലെ പറയാൻ പറ്റില്ല, അത്രയധികം വളർത്തിയിട്ടുണ്ട്, വിറ്റിട്ടുണ്ട് ഇഷ്ടം പോലെ. നമ്മള് ഇത് കാര്യമായിട്ട് പറയുന്നതാണ്, നമ്മുടെ വീട്ടിൽ ഞാൻ ജനിച്ച കാലം തൊട്ട് കാണുന്നതാണ്. നമ്മുടെ വീട്ടിൽ അത്രയധികം നാടൻ കോഴികൾ ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ തന്നെയല്ല, നമ്മുടെ അയലോകങ്ങളിലെല്ലായിടത്തും വീട്ടമ്മമാര് എൻ്റെ അമ്മേനെ പോലെ നാടൻ കോഴികൾ ഒരുപാട് വളർത്തുന്നുണ്ടല്ലോ അമ്മ. അപ്പോൾ ഇവിടുത്തെ എല്ലാവരും ഫേവറേറ്റ് എന്ന് പറയുന്നത് നാടൻ കോഴി തന്നെയാണ്. പിന്നെയെന്ന് പറയുന്നത്, പിന്നെ നമുക്കറിയാനുള്ളത് ഇവർ എത്ര കിലോ വരെ തൂക്കം വയ്ക്കണ്ടമ്മേ? നാടൻ കോഴി അധികം തൂക്കം വരില്ല, ഒരു മാക്സിമം ഒരു 1.5-1.25 കിലോ തൂക്കം വരുള്ളൂ. 2 കിലോയ്ക്ക് കിടക്കില്ലേ? കിലോയ്ക്ക്
അങ്ങനെ കടക്കാൻ വഴി. ചാത്തൻ പിന്നെയും കിടക്കും. ചാത്തൻ പിന്നെയും കിടക്കും, പക്ഷെ പെട 1.5 കിലോനൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ. നമ്മളിവിടെ കോഴീനെ വിൽക്കണ വില എത്രയാണ് നാടൻ കോഴിക്ക്? നാടൻ കോഴിക്ക് നമ്മൾ 250 രൂപയായിട്ടാണ് ഇപ്പോൾ കോഴികളെ വിൽക്കണത്. 250 രൂപ ഉണ്ടല്ലോ നാടൻ കോഴിക്ക്. അപ്പം നമ്മുടെ ബ്രോയിലർ കോഴിനെ അപേക്ഷിച്ച് ഒരുപാട് കാശ് കൂടുതൽ. എന്തൊക്കെ തീറ്റ കൊടുക്കണേ? ഇപ്പോൾ പിന്നെ തീറ്റ കൊടുക്കണത് തവിട്, നെല്ല് കുത്തിയ തവിട്, ചോളത്തവിട്, ഗോതമ്പ്, അരി, സ്റ്റാർട്ടർ, ഫിനിഷർ അങ്ങനത്തെ കൊടുക്കാറില്ലേ? ഫിനിഷർ നമ്മൾ ഇടയ്ക്ക് കൊടുക്കുള്ളൂ. അതൊന്നും നമുക്ക് വാങ്ങിച്ചിട്ടൊന്നും കോഴീനെ വളർത്താൻ മുതലാവണ കാര്യമല്ല. അപ്പോൾ നമ്മൾ കൊത്തി ഇറങ്ങുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ടറൊക്കെ ഇട്ട് കൊടുക്കും. അതായത് മറ്റേ 2 ദിവസം 3 ദിവസം പ്രായമായ കോഴി കുഞ്ഞുങ്ങൾക്കല്ലേ? അപ്പൊ അവര് ഈ സ്റ്റാർട്ടർ ഫിനിഷർ കൊടുത്തിട്ട് എത്ര നാളുകൊണ്ട് പെട്ടെന്ന് വലുതാവും? രാജകളുടെ പോലെ നാടൻ കോഴി കുഞ്ഞുങ്ങൾ അത്ര പെട്ടെന്ന് വലുതാവില്ല. അപ്പൊ അവരുടെ ഒരു ശരീരപ്രകൃതി അനുസരിച്ച് വലിപ്പം പെട്ടെന്ന് വെക്കില്ല അവര്. എങ്കിലും പെട്ടെന്ന് ചെറിയ രീതിയിലായിട്ട് വളർച്ചയിൽ ഒരു മാറ്റം വരും. ഓക്കെ. പിന്നെ അമ്മ, ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പൊ വലിയ പെടകൾ ഇപ്പോൾ ഒരു 5, 10, 12 ഉണ്ടാവും. എത്ര മുട്ട വെച്ച് കിട്ടാറുണ്ട് ഡെയിലി? ഡെയിലി മുട്ട ഇടണമെങ്കിൽ ഒരു 10 ഇടണമെങ്കിൽ 10 മുട്ട. ഇതിൽ സ്ഥിരമായിട്ട് മുട്ട ഇടുന്ന എത്ര ഇതുണ്ട് നാടൻ കോഴി ഉണ്ട്? നാടൻ കോഴികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് അങ്ങനെ ചില കോഴികൾ ഇടില്ല, ചിലവർ സ്ഥിരമായിട്ട് ഇടും. ചിലത് ഒരു ദിവസം കഴിഞ്ഞ് പിന്നെ പിറ്റേ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഇടുള്ളൂ. എന്നാലും ഒരു 10 മുട്ട കിട്ടൂല? 10 മുട്ട നമ്മളിവിടെ ദിവസം കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ കൊടുക്കണ ഫുഡൊക്കെ അനുസരിച്ചിരിക്കും മുട്ട ഇടലൊക്കെ അല്ലേ? അങ്ങനെയുണ്ട്. നാടൻ കോഴിയുടെ മുട്ടകൾ കൂടെ എത്ര കാശിന് നമ്മൾ കൊടുക്കണത്? 7 രൂപ. 7 രൂപയുടെ നാടൻ കോഴിയുടെ മുട്ടയ്ക്കല്ലേ? ഓക്കെ. അപ്പം നാടൻ കോഴിയുടെ മുട്ടയ്ക്ക് 7 രൂപ. നമ്മുടെ സാധാരണ ബ്രോയിലർ കോഴിയുടെ മുട്ടയ്ക്കൊക്കെ 4.50, 5 രൂപയ്ക്കൊക്കെയാണ് വിപണിയിലുള്ളതെന്ന് തോന്നുന്നത്. അപ്പം ഏറ്റവും നല്ലത് നാടൻ കോഴിയുടെ മുട്ടയാണല്ലോ അമ്മ. അതായത് വലിപ്പം കുറവായിരിക്കും, പക്ഷെ അതിൽ അത്രയധികം ഇതുണ്ടാവും, വിറ്റാമിൻസും കാര്യങ്ങളൊക്കെ അത്ര ഇത് ഉണ്ടാവും. അപ്പം ഏറ്റവും നല്ലത് നാടൻ കോഴിയാണ്. അമ്മയുടെ ഒരു അഭിപ്രായത്തിൽ നാടൻ കോഴി ഒരു 10 നാടൻ കോഴി വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അത്യാവശ്യം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു ചെലവിനുള്ള കാശൊക്കെ അതിന് കിട്ടും. ഒരു മീൻ മേടിക്കാനൊക്കെ ആയിട്ട്, അതായത് ഇപ്പം നമ്മുടെ പോക്കറ്റ് മണി, അതായത് ഒരു വീട്ടമ്മമാരുടെ പോക്കറ്റ് മണിക്ക് പറ്റിയൊരു ബിസിനസ്സാണ് നാടൻ കോഴി വളർത്തൽ അല്ലെങ്കിൽ കോഴി വളർത്തൽ. ഓക്കെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ലാഭം നാടൻ കോഴി തന്നെയാണ്. പിന്നെ നമുക്ക് ഇവിടെ നാടൻ കോഴിനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിക്കുന്നത് അങ്ങനത്തെ ടൈപ്പ് ആൾക്കാരാ? ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഗൾഫിലേക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ കോഴികളെ ചോദിച്ച് വരാറുണ്ട്, ചാത്തൻ കോഴികളെ അന്വേഷിച്ച് വരാറുണ്ട്. നാടൻ കോഴികളെ താല്പര്യമുള്ളവർക്ക്, നാടൻ കോഴി ഇറച്ചി ഇഷ്ടമുള്ളവർക്ക്. ഗൾഫിലൊന്നും അതൊന്നും കിട്ടില്ലല്ലോ. ഓക്കെ. അപ്പൊ ഇവിടുന്ന് പോകുമ്പോ വരട്ടി കൊടുത്തയക്കാനൊക്കെ ആയിട്ട് നമ്മുടെ ഇവിടുത്തെ ഭാര്യമാര് വരട്ടി കൊടുത്തയക്കും ഭർത്താക്കന്മാർക്ക് അല്ലേ? ഓക്കെ. അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ മുട്ടക്കോഴിനെ കൂടെ നമ്മളെ വീട്ടിൽ കോഴിനെ കൊടുക്കാനുണ്ടോ? കോഴിനെ ഇപ്പൊ കൊടുക്കാനില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ നമ്പറും കാര്യങ്ങളും കൊടുക്കണില്ല. നമ്മളിവിടെ കോഴികളെ കൊടുക്കാനില്ല. അപ്പം നമ്മൾ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കും നാട്ടുകാർക്ക് ചെറിയ രീതിയിൽ കൊടുക്കാനൊക്കെ ആയിട്ടാണ് വളർത്തുന്നത്. ആവശ്യക്കാർക്ക്, പരിസര പ്രദേശങ്ങളിലുള്ള ആവശ്യക്കാർക്ക് കൊടുക്കാനായിട്ടാണ് കോഴിനെ വളർത്തുന്നത്. കുഞ്ഞുങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ നമ്മൾ വിൽക്കാറുണ്ട്. അത് അത്ര ഡെവലപ്മെന്റ് ആയിട്ടില്ല. അപ്പോൾ ഇപ്പം നമ്മുടെ ഈ ഒരു പുതിയ കൂട്ടിൽ ഏകദേശം എത്ര കോഴികളൊക്കെ ഉള്ളൂ അമ്മ? ഒരു 10-35 കോഴികളൊക്കെ കൊള്ളും. ഇതിന്റെ വിസ്താരം കാര്യങ്ങളൊന്നും അറിയില്ല. ഇപ്പൊ പുതിയ കൂടാണിത്, പുതിയ നെറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത്, പിന്നെ ഷീറ്റ് കൊണ്ടാണ് ഈ സൈഡ് മൊത്തം മറിച്ച് തന്നിട്ടാ. അപ്പോൾ അതൊരു ചെറിയൊരു ചെലവ് ചുരുക്കലാണ്. പിന്നെ ഒരു ഗ്രില്ലിന്റെ ഡോർ വെച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ഫുഡിന്റെ കാര്യം പറഞ്ഞു. പിന്നെ എന്തൊക്കെ മരുന്നുകളാണ് അവർക്ക് കൊടുക്കുക? എന്തൊക്കെ രോഗങ്ങളാണ് അവർക്ക് വരാറ്? തൂങ്ങിപ്പിടുത്തം വരാറുണ്ട്, പിന്നെ കുരുപ്പ് വരും. കുരുപ്പ് വരില്ല? കുരുപ്പ് വന്ന് അതിന് മരുന്ന് പറ്റാറുണ്ട്. അതിന്റെ കുരുപ്പ് പൊളിച്ച് കളഞ്ഞിട്ട് നമ്മളത് ആ മരുന്ന് ബോറിക് ആസിഡ് വെച്ച് പെറ്റാണ് ചെയ്യുന്നത്. പിന്നെ ഇഞ്ചക്ഷൻ എങ്ങനെ ചെയ്യാറുണ്ട് അവിടെ? ഇഞ്ചക്ഷൻ ചെയ്യാറുണ്ട്. 3 മാസം കൂടുമ്പോൾ നമ്മൾ ഇഞ്ചക്ഷൻ എടുത്താൽ കോഴികൾക്ക് കേട് കുറയും. ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭൂരിഭാഗം കേട് കുറയില്ല. ഓക്കെ. ആ ഇഞ്ചക്ഷന്റെ പേര് അമ്മയ്ക്ക് അറിയോ? പേര് കറക്റ്റ് ആയിട്ട് അറിയില്ല. നമ്മളത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ, അതായത് വെറ്ററിനറി മെഡിക്കൽ, അത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യണം മരുന്നുകളാണ് നമ്മളിവിടെ സിറിഞ്ചിൽ വെച്ച് ചെയ്യുന്നത്. നമ്മൾ തന്നെയാണ് ഇവിടെ ചെയ്യുന്നതല്ല അമ്മ? അത് എത്ര കോഴിനെ കുത്താൻ പറ്റും? അത് 100 കോഴിനെ കുത്താൻ ഒരു കുപ്പി മരുന്നുണ്ട്. ഓക്കെ. പിന്നെ വിരമരുന്ന് കൊടുക്കാറില്ലേ? ഏത് കൊടുക്കാറ്? അൽബോമർ. ഓക്കെ. അത് എത്ര തുള്ളി വെച്ച്? അത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് 3 തുള്ളിയും വലിയ പെടകൾക്ക് ഒക്കെ ആണെങ്കിൽ 5 തുള്ളിയൊക്കെ. പക്ഷെ അവർക്ക് ഡോസ് കൂടി ചാവാനുള്ള ഇട വരില്ലേ? അത് ഡോസ് ഒന്നും കൂടുതലല്ല. നമുക്കത് ചിലപ്പോൾ ഈ വീഡിയോ കണ്ട് പലർക്കും അഭിപ്രായം 5 തുള്ളി കൊടുക്കുന്ന മണ്ടത്തരാണെന്ന്. പക്ഷേ ഒരിക്കലും മണ്ടത്തരാന്ന് പറയാൻ പറ്റില്ല. നമ്മൾ വർഷങ്ങളായിട്ട് അമ്മോട് കൊടുക്കുന്നതാണ്. നമ്മളിവിടെ ഒരു കോഴിയും ചത്തിട്ടില്ല. പലരും തെറ്റിദ്ധാരണയാണ് അതല്ലേ? ഇഞ്ചക്ഷന്റെ മരുന്ന് കുത്തുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് കുത്തണം. 2 തുള്ളി മരുന്നൊക്കെ ചെറുതായിട്ട് കയറാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കോഴികൾക്ക്
തളർച്ചയൊക്കെ പോലെ വരും മരുന്ന് കൂടുമ്പോ. ഓക്കെ. അപ്പൊ ഇവിടെ ഒരു കോഴി മുട്ടയിടാനുള്ള സെറ്റപ്പാണ് നമ്മൾ ചെയ്തു കൊടുത്താണ്. ഇതിന്റെ ആവശ്യമുള്ളൂ അല്ലേ? ചട്ടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരതിൽ മുട്ടയിടും. അപ്പൊ ഇതില് 3 മുട്ടയൊന്നും കിട്ടിയുള്ളല്ലോ. കൊറേ മുന്നിട്ടതാണ് പൊരുന്നാനുള്ള സെറ്റപ്പിലായിട്ട് നിക്കണ കോഴികളാണല്ലേ ഇതില്. ഓക്കെ. പിന്നെന്തൊക്കെയാണ് നമുക്ക് ഈ നാട്ടുകാർക്ക്, അതായത് നമ്മുടെ നാട്ടുകാർക്കല്ല നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ള അറിവുകൾ കോഴി വളർത്തല് നല്ലൊരു സംരംഭമാണ് എൻ്റെ കാര്യത്തില്. കാരണം എനിക്ക് പൈസക്ക് കിട്ടാറുണ്ട്, അത്യാവശ്യം പൈസക്ക് കിട്ടും കോഴീനെ വിൽപ്പ. പുറത്ത് കോഴിക്കൂടിലൊന്നും കോഴികളില്ല, നമ്മൾ കംപ്ലീറ്റ് ഇതിലേക്ക് ആക്കിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി, അതായത് ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കോഴികൾ അഴിച്ചിട്ടുണ്ട് നിർത്തിയത്. അത് കോഴികൾക്ക് ഇന്ന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടായില്ല കാലത്ത്, നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെയും അമ്മയുടെയും ചെറിയ അറിവുകളാണ് ഇപ്പം പങ്കുവെച്ചത്. ഇതിൽ കൂടുതൽ കോഴി വളർത്തലിൽ വലിയ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് നമ്മുടെ ഒരു അറിവ്. നമുക്ക് നല്ല രീതിയിൽ ഇവിടെ കോഴിക്ക് മരുന്ന് കൊടുത്തും ഫുഡും കൊടുത്തും നമ്മുടേതായ ഒരു ഫുഡ് കൊടുത്ത് അവരെ നല്ല വളർച്ചയിൽ എത്തിക്കാൻ പറ്റുന്നുണ്ട്. കേടുപാടുകളൊന്നും കൂടാണ്ട് എത്തിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഒരുപാട് കോഴികളെ നമ്മളിവിടെ വിറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ടകൾ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഒരു സെയിൽ നമുക്ക് ഇവിടെ നാടൻ കോഴി സംരംഭത്തിന് കിട്ടുന്നുണ്ടല്ലോ അമ്മ. അപ്പം നമ്മുടെ വീടുകളിൽ ഒരു പണിയിലായിട്ടിരിക്കുന്ന വീട്ടമ്മമാർ കുറേ ഉണ്ടാവും. അവരുടെ അടുത്ത് പറയാനുള്ളത് എന്താണ് നമുക്ക് നാടൻ കോഴി വളർത്തലിനെ കുറിച്ച്? നല്ലതല്ലേ? നല്ല ഒരു കാര്യമാണ് ഈ കോഴി വളർത്തല്. അതിന് നമ്മൾക്ക് അതിനുള്ള അധ്വാനിക്കണം. കോഴികൾക്ക് തീറ്റ കൊടുക്കാനും അവർക്ക് രോഗം വരുമ്പോൾ മരുന്നുകൾ ചെയ്യണം. അവർക്ക് ചികിത്സിക്കാനുള്ളൊരു മനസ്സ് സമയം കണ്ടെത്തണം. അല്ലാണ്ട് വെറുതെ വളർത്തി മേടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. തൂങ്ങലൊക്കെ വരുമ്പോ പിടിച്ച് മരുന്ന് കൊടുക്കാനൊക്കെ ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നാടൻ കോഴി കൃഷി വളരെ നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം. ഇപ്പൊ അമ്മ ഈ കോഴികളെ ഫുള്ളും ടൈമും ഈ കൂട്ടിൽ തന്നെയാണോ ഇടാറ്? ഇല്ല, ഒരു 4 മണിക്ക് ഇവിടെ പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ ഒരു 6-6:30 ആകുമ്പോൾ കുട്ടി കയറിക്കോളും. അപ്പം അത്രയും നേരം അവർക്ക് കൊത്തി പിറക്കി നടക്കാനും വല്ല പുല്ല് എന്തെങ്കിലുമൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് ഒരു തരഞ്ഞു തിന്നാൻ വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചു പിടിച്ചിടേണ്ട ആവശ്യമില്ലല്ലോ. കുട്ടിക്ക് തന്നെ കയറി ഈ കൂട് പണിത സാഹചര്യത്തിൽ 2 ദിവസം പിടിച്ചിട്ടുണ്ടോ വന്നു. ഓക്കെ. ഇത് പിന്നെ ഈ കോഴിക്കൂടിൽ നിന്നിട്ട് ഇട്ട് കൊടുത്തന്നെ നിലത്ത് മരപ്പൊടി ഇട്ട് കൊടുത്തല്ലേ? ഇതൊക്കെ തന്നെയല്ലേ നമുക്ക് കോഴിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. അപ്പം നാടൻ കോഴിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നിരിക്കുന്നു. അപ്പോൾ പരമാവധി നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുക. അപ്പോൾ ഇതുപോലുള്ള കിടിലൻ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനി വരാനായിട്ടുണ്ട്. അപ്പോൾ അതുവരെയ്ക്കും ബൈ.